കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, അതിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ട കഷ്ടതകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ വാക്യങ്ങൾക്കകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ഇയ്യോബ് പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ കഷ്ടതയിലൂടെ ഒരു മരണകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന 3 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. സോഫർ, ബിൽദാദ് എന്നൊക്കെ പറഞ്ഞ് 3 സുഹൃത്തുക്കൾ അവനെ കാണാനായിട്ട് വന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. സ്തോത്രം. ഇത് വരുന്ന സമയത്ത് എലീഫാസ്, സോഫർ, ബിൽദാദ് ഈ 3 ആൾക്കാരാണ് ഇയ്യോബിനെ കാണുവാൻ വേണ്ടി വന്നത്. അവർ ആശ്വാസകന്മാരായിട്ടാണ് വന്നതെങ്കിലും അവരെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന അവർ ദുഃഖത്തിൻ്റെ ആശ്വാസകന്മാരായി മാറി. എന്നാൽ അപ്പോൾ തന്നെ ഈ 3 പേരുടെയും സംഭാഷണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ദൈവിക ന്യായപ്രമാണവുമായിട്ട് ദൈവിക പ്രമാണങ്ങളുമായിട്ട് അവരുടെ വാക്കുകൾ ചില മേഖലകളിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം യോബിനെ കുറ്റം വിധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ യോബിൻ്റെ കുറവാണോ, യോബിൻ്റെ ജീവിതത്തിൽ വന്ന മിസ്റ്റേക്കാണോ ഈ പ്രതിസന്ധികൾക്ക് കാരണം എന്നൊക്കെ വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഈ 3 പേരുടെയും ഭാഗത്ത് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രമാണം അല്ലെങ്കിൽ ദൈവിക ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വ്യക്തമായി പറയുന്ന ചില ഭാഗങ്ങളും ഇവരുടെ സംഭാഷണങ്ങൾക്കകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ബിൽദാദ് എന്ന മനുഷ്യനാണ് 8-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. ബിൽദാദ് എന്താ സംസാരിക്കുകയെന്ന് ചോദിച്ചാൽ ദൈവനീതിയെ അവൻ സ്ഥിരീകരിക്കുകയാണ്. ദൈവനീതി എന്ന് പറയുന്ന സ്ഥലം, ഒരു മേഖല ഉണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറിയാണ് ദൈവനീതി എന്ന് പറയുന്ന ഒരു തലം, അല്ലേ? ഇന്ന് ഈ കാലത്ത് അല്ലെങ്കിൽ 2026-ാം ആണ്ടിൻ്റെ പ്രവേശന ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്ന സമയം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആത്മീക മേഖലകളിലും ഭൗതിക മേഖലകളിലും പ്രൊഫഷൻസിനകത്തും മതപരമായ മേഖലകളിലെല്ലാം സ്തോത്രം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അനീതി, അല്ലേ? എല്ലാ മേഖലകളും കുടുംബങ്ങൾക്കകത്തുണ്ട്, സഭകൾക്കകത്തുണ്ട്, സ്തോത്രം സംഘടനകൾക്കകത്തുണ്ട്, സമൂഹത്തിൽ അത് വ്യാപരിപ്പാൻ തക്കവണ്ണം ബന്ധങ്ങൾക്കകത്ത് അനീതികളുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയാണ് ദൈവനീതിയുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ആ നന്മകളുടെ പുറകിൽ ചലിക്കുന്നത് ദൈവനീതിയാണെന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. ഇന്നൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനീതിയുടെ ചിലപ്പോൾ അനീതിയുടെയൊക്കെ ആയുധങ്ങളായിട്ട് മാറുന്ന മേഖലകളുണ്ട്, അല്ലേ? ചിലയിടങ്ങളിലൊക്കെ നമ്മളൊക്കെ അതിന് അനീതിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അനീതി ചെയ്യുന്നവരുടെ സ്തോത്രമല്ലേ ആക്രമണത്തിന് ഹേതുവായി മാറുന്ന ചില മേഖലകളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ട്. ഇല്ലെങ്കിൽ അനീതി മുഖാന്തരം ഉപദ്രവിക്കപ്പെട്ടവരായിരിക്കാം നമ്മൾ. ഇവിടെയും പ്രൈസ് സ്തോത്രം ബിൽദാദ് പറയും ദൈവനീതി ഒന്നുണ്ട്. എങ്ങനെ അത് തെളിയിക്കപ്പെടുന്നത്? ഈ ബിൽദാദ് പറയുകയാണ്, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ സ്തോത്രം അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. അപ്പോൾ ശ്രദ്ധിക്കണം, നേരുള്ളവനും നിർമ്മലനുമെങ്കിൽ. എന്തുവൻ്റെ അർത്ഥം? ഇയ്യോബേ, നീ നിർമ്മലനാണെങ്കിൽ, സ്തോത്രം, നീ നേരുള്ളവനാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഉണർന്നു വരും. എത്രയോ കൃത്യമാണ്, എത്രയോ ആഴമാണത്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീതിയോടെ നമ്മൾ നിന്നാൽ, നിർമ്മലതയോടെ നമ്മളുടെ ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി ഉണർന്നു വരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത് പറയുന്നൊരു വാചകമുണ്ട്, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനത്താക്കുവാൻ ശക്തനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം ഉണർന്നു വരിക മാത്രമല്ല, നമ്മുടെ വാസസ്ഥലത്തെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഒരു ദൈവമഹത്വമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടി ദൈവം
പ്രവർത്തിപ്പാൻ തക്കവണ്ണ ശക്തനാണ്. അപ്പോൾ തന്നെ ബിൽദാദ് പറയും, നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും എന്നും കൂടെ ഈ വാക്യങ്ങൾക്കകത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല, വിഷമിച്ചു പോകേണ്ട ആവശ്യമില്ല, പ്രതിസന്ധിയിലാകേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, തിരുവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കരുതുവാൻ, നമുക്ക് വേണ്ടി നമ്മെ സഹായിപ്പാൻ, ഇപ്പോൾ പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണെങ്കിൽ, ഇപ്പോൾ പ്രതികൂലം നിറഞ്ഞ ജീവിതമാണെങ്കിൽ, സ്തോത്രം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പൂർവ്വസ്ഥിതി അല്പമായിരുന്നാലും നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും. യോബിൻ്റെ ജീവിതമൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം അവനെ മാനിച്ചൊരു മേഖലയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയല്ലേ. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകേണ്ട ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങളെ അവൻ സ്ഥിരമാക്കുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരികയും അവിടെ ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ദൈവം ഞങ്ങളെ നിറയ്ക്കണം. സകല ശൂന്യതകളെ അവിടെ നിന്ന് മാറ്റിയാട്ട് ഈ മെസ്സേജ് അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരുവാൻ ദൈവം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.